Hello friends, welcome back to our channel Mom's Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നുമല്ല. ഇന്നൊരു ഗാർഡൻ, ഞങ്ങളുടെ ഒരു പൂന്തോട്ടം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങളുടെ കൊച്ചു ഗാർഡനും അതിൽ ഉള്ള പൂക്കളൊക്കെ ഞാനൊന്ന് ഷെയർ ചെയ്യാൻ പോവാണ് നിങ്ങളായിട്ട്. അപ്പോൾ ഇത് വലിയൊരു ഗാർഡനൊന്നുമല്ല, ഞങ്ങൾ പറ്റുന്ന പോലെ നോക്കി നടത്തുന്ന ഒരു ഗാർഡനാണ്. ഇപ്പോൾ ഇവിടെ ആ ഒരു പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്ന ഒരു സമയമല്ല, പൂക്കളൊക്കെ കൊഴിഞ്ഞ് പുതിയത് വരാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പം എങ്കിലും ഞാൻ ഈ ഒരു ഗാർഡൻ നിങ്ങളായിട്ട് കാണിക്കാം. അതേപോലെ തന്നെ ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ഗാർഡനിലുണ്ടായിരുന്ന പൂക്കളും ഞാൻ ഈ വീഡിയോയുടെ അവസാനവും കൂടെ കാണിക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ പൂക്കളൊക്കെ എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ ഗാർഡൻ്റെ ഒരു സൈഡ് തുടങ്ങുന്നത്. ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് സ്റ്റാച്യൂസൊക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഇവിടെ ഗാർഡനുകളിലൊക്കെ അങ്ങനെ വെക്കും ആൾക്കാർ. അവരിങ്ങനെ കാണാൻ ഭംഗിയുള്ള എന്തെങ്കിലും പ്രതിമകൾ. ഇപ്പോൾ ഈ കാണുന്ന പോലെ ഒരു കിളി, ഇതൊരു കുഞ്ഞ് കിളിയാണ്. അപ്പം ഇതൊക്കെ ഇങ്ങനെ നമുക്ക് മേടിക്കാൻ കിട്ടും, പല സൈസിലുള്ളത്. അപ്പം ഈ ഒരു ഗാർഡനിൽ നിങ്ങൾക്ക് അങ്ങനത്തെ പല സാധനങ്ങളും കാണാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾക്ക് തമാശയായിട്ടൊക്കെ തോന്നും കേട്ടോ, കാരണം ഓരോന്ന് കാണുമ്പോഴത്തേക്കും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പൂക്കളുണ്ടാവുന്ന മുട്ടൊക്കെ ഇട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. അതൊക്കെ ഇനി കുറച്ച് സമയം എടുക്കും. അതൊക്കെ ഒരു മാസം 1.5 മാസമൊക്കെ എടുക്കും ഈ പൂക്കളൊക്കെ പൂക്കളായിട്ട് മുട്ടയിൽ നിന്നൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ റോസാ സെക്ഷനാണ്. റോസുകൾ ഇവിടെ ഒത്തിരി റോസുകളൊക്കെ ഉണ്ടാവാൻ എളുപ്പമുണ്ട്. അപ്പം ഞാൻ ഇതിനൊക്കെ ഇടുന്ന വളങ്ങൾ അല്ലെങ്കിൽ ഇതിനൊക്കെ ഒഴിക്കുന്ന വളം എന്ന് പറയുന്നത് പുറമേ നിന്ന് മേടിക്കുന്ന ഒന്നും ഞാൻ ഇടാറില്ല. ഞാനിപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ മുട്ടയുടെ തോട്, അതുപോലെ ചായപ്പൊടി, പിന്നെ പഴത്തിൻ്റെ തൊലി, സവോളയുടെ തൊലി, വെള്ളമൊക്കെ ഉപയോഗിക്കുന്ന അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് ഇടുന്നത്. പിന്നെ ഈ കാണുന്ന ഒരു കുഞ്ഞൊരു ലോണും ഉണ്ട്, നമുക്ക് ഇച്ചിരി പുല്ലൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതും അത്തരത്തിലുള്ള വേറൊരു തരത്തിലുള്ള ഒരു താറാവ് ഇങ്ങനെ താഴോട്ട് നോക്കുന്ന ഒരു കുഞ്ഞൊരു പ്രതിമ, അങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പം ഞാനിങ്ങനെ പറയുന്നില്ല, അതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് കാണുകയാണ്.
അപ്പോൾ പൂക്കൾ മാത്രമല്ല, നമ്മുടെ അവിടെ കുറച്ചും കൂടെ ഒരു പച്ചക്കറി പോലെ കൃഷിയും നടത്തുന്നുണ്ട്. പച്ചക്കറി എന്ന് പറയുമെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഈ കാണുന്നത് വെളുത്തുള്ളിയാണ്. പിന്നെ നമുക്ക് മല്ലിയില ഉണ്ടായിരുന്നു. മല്ലിയിലയുടെ പക്ഷേ ആ ഒരു സീസൺ ഇപ്പോൾ തീർന്നിരിക്കുക. അപ്പോൾ അതിന് പതുക്കെ പതുക്കെ മുളച്ച് വരണം. നമ്മൾ പാവീറ്റുണ്ട്. പിന്നെ ഉള്ളത് പുതിനല. അപ്പോൾ അത് ഒരു ചെറിയൊരു സെക്ഷനായിട്ട് പച്ചക്കറി അവിടെയുണ്ട്. അപ്പോൾ ഇനി ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കഴിഞ്ഞ വർഷം, അതായത് ഒരു 5 മാസം മുന്നേ നമ്മുടെ ഗാർഡൻ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ തുടർന്ന് കാണാൻ പോകുന്നത് ഒത്തിരി പൂക്കളൊക്കെ ഉണ്ടായിരുന്ന ഒരു ഗാർഡനാണ്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോൾ ഓരോ സമയത്തിനനുസരിച്ചാണ്. അപ്പോൾ നമ്മുടെ പൂക്കളൊക്കെ കഴിഞ്ഞിപ്പോൾ ഇങ്ങനെ പൂക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ ഏകദേശം ഒരു 1.5 മാസത്തിനകത്ത് നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഒരു ഗാർഡൻ ഈ ഒരു നിലയ്ക്ക് വരും. അപ്പം അത് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ഞാൻ അടുത്ത വീഡിയോ ഞാൻ ഇടാം കേട്ടോ അതിനെക്കുറിച്ച്. അപ്പോൾ ഇതൊരു കൊച്ചൊരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുമെന്ന് ഓർത്തു. അപ്പോൾ നിങ്ങൾ ഇനി തുടർന്ന് നമ്മുടെ ഒരു 5 മാസം മുന്നേ ഉണ്ടായിരുന്നു നമ്മുടെ ഒരു ഗാർഡൻ കാണുക. അതിനുശേഷം ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.